Hello guys, welcome to my YouTube channel Malayalam Anime Stories. I am Raj. ലവ് സ്റ്റോറീസ് ഇഷ്ടപ്പെടാത്തതായി ആരും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി പറയാനാണ് ഇനി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ മൂവിയുടെ പേര് മിഡോരി ഡേയ്സ്. അങ്ങനെ നമ്മുടെ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. അപ്പൊ നമ്മുടെ ഹീറോയിൻ മിഡോരി നമ്മുടെ ഹീറോ ആയ ശ്രീജയനെ കുറെ അകലെ വെച്ച് ആകാംക്ഷയോടുകൂടെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ മിഡോരി നോക്കുന്നത് സ്റ്റേജെ കാണുന്നുമില്ല. നമ്മുടെ സ്റ്റേജ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നിൽക്കുന്ന സ്ഥലത്ത് അടിയുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ അടിയുള്ള സ്ഥലത്ത് അവൻ പോയി നിൽക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഹീറോ പോകുന്നത് അവന്റെ ഫ്രണ്ടിനെ അടിച്ച് ബുള്ളി ഗ്യാങ്സിന്റെ പകരം ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സ്റ്റേജ് അവിടെ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നതുകൊണ്ട് ഈ ഗ്യാങ് അവനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നമ്മുടെ സ്റ്റേജ് പോക്കറ്റിൽ നിന്ന് അവന്റെ റൈറ്റ് ഹാൻഡ് എടുത്ത് 2 മിനിറ്റ് കൊണ്ട് അവരെയൊക്കെ അടിച്ച് പരിപ്പിളക്കിയിട്ട് അവിടെ നിന്ന് വേഗം തന്നെ പോയി. എങ്ങോട്ടാണ് ഈ വേഗത്തിൽ പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചി ഒരു ഗേളിനെ നോക്കി പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. അവളാണെങ്കിൽ അവനെ കണ്ടപാടെ പേടിച്ച് എനിക്ക് വേറെ ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. അവൻ ശരിക്കും റൗഡി തന്നെ ആയിരിക്കും, പക്ഷെ അവന് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആണ്. അവൻ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ കോഴിയായിരിക്കും. അങ്ങനെ അവനെ റിജക്ട് ചെയ്യാത്തതായി അതിൽ തന്നെ വേറെ ഗേൾസ് ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് പോലും സമാധാനത്തോടെ പോകാൻ പറ്റില്ല, കാരണം ചുറ്റും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലവേഴ്സ്. ഒരു ഫുഡ് കഴിക്കാനോ ഒരു സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും അവന് മനസമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അവൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി വരെ വന്ന് അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു. എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഏതെങ്കിലും സെറ്റ് ആയോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മുടെ സേജി ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് പോവാൻ പറയും. അപ്പൊ ആ ചെറിയ കുട്ടി പറയും, ഞാൻ വേണമെങ്കിൽ നിന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കണോ? അപ്പൊ നമ്മുടെ സേജിക്ക് ദേഷ്യം വന്നിട്ട് എനിക്കിത് തമാശയായി തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിൽ പോകും. വീട്ടിൽ പോയി അവന്റെ റൂമിൽ മൊത്തം മോഡലിംഗ് ഗേൾസിന്റെ ഒക്കെ മാഗസിൻ ആയിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ അവൻ അവിടെ കട്ടിലിൽ കിടന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അവൻ ഇങ്ങനെ റൗഡിയായി നടന്നിട്ട് എല്ലാരെയും പിടിച്ചടിച്ചിട്ട് എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? സ്കൂളിലാണെങ്കിൽ എല്ലാവർക്കും ഗേൾ ഫ്രണ്ട്സും ഉണ്ട്. എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. ആകെ ആവശ്യമുള്ളത് ഒരു ഗേൾ ഫ്രണ്ടിനെയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഹീറോ കരയാൻ തുടങ്ങി. അങ്ങനെ അവൻ ആലോചിക്കുകയാണ്, എവിടെ താൻ പരിപാടി ഒപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഫെയിൽ ആണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചേച്ചി സ്വപ്നത്തിലും കൂടെ കാണുകയാണ് അവന് വയസ്സായി മൂക്കിൽ പല്ല് മുളച്ചിട്ട് അവൻ ഒരു ലേഡീനെ പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ അവളും തന്നെ റിജക്ട് ചെയ്യുന്നത്. സ്വപ്നത്തിലേ കിടന്ന് കാറാണ്, എനിക്ക് ആരെങ്കിലും ഗേൾ ഫ്രണ്ട് ആയിട്ട് കിട്ടിയേ പറ്റുള്ളൂ, ആരെങ്കിലും എന്റെ ഗേൾ ഫ്രണ്ട് ആവൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കുകയാണ്. ഓ ശരിക്കും ആ സൗണ്ട് ഒരു ചെറിയ പെങ്കൊച്ചിൻ്റെതായിരുന്നു. ഇപ്പൊ എവിടെന്നാ ഈ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് സേജ് ചുറ്റും തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ആണെങ്കിൽ ഒരു പൂച്ച മാത്രം. അപ്പൊ നമ്മുടെ സേജി പൂച്ചേ എന്ന് പറയുമ്പോ പൂച്ച വാലാട്ടിയിട്ട് അവിടെ നിന്ന് നടന്നുപോയി. പുറത്തുനിന്ന് എഴുന്നേറ്റ് കൊട്ടായും വിട്ട് അവൻ തന്റെ റൈറ്റ് ഹാൻഡ് എടുത്ത് കണ്ണിൽ തേച്ചു. അപ്പൊ പിന്നെയും പെട്ടെന്ന് കാറിന്റെ സൗണ്ട്, അതും ഒരു പെങ്കൊച്ച്. അപ്പൊ നമ്മുടെ സേജി പറയാണ്, എനിക്ക് എവിടെന്നോ പെൺകുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നു. പിന്നെ ആ പെൺകുട്ടിയുടെ സൗണ്ട് ഞാൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ സേജി പിന്നെ അവിടുന്ന് കാറി എഴുന്നേറ്റ് റൂം ഫുള്ള് ഓടി. പിന്നെ റൂമിന്റെ വെളിയിൽ ഇറങ്ങി ബാത്റൂമിലേക്ക് പോയിട്ട് കണ്ണാടി നോക്കിയിട്ട് സമാധാനത്തിൽ എന്താണെന്ന് ചിന്തിക്കാന്ന് പറഞ്ഞ് തന്നെത്താനെ പറഞ്ഞ് സമാധാനം. അങ്ങനെ ടാപ്പ് തുറന്ന് വെള്ളം പിടിക്കുമ്പോഴത്തേനും പിന്നെയും ചെറിയ പെൺകൊച്ചിന്റെ സൗണ്ട്. അങ്ങനെ പിന്നെ അവിടെ കിടന്ന് നമ്മുടെ സേജി കാറി കൂവി റൈറ്റ് ഹാൻഡിലേക്ക് നോക്കുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മുടെ സേജിന്റെ റൈറ്റ് ഹാൻഡ് നോക്കുമ്പോൾ ഒരു പെങ്കൊച്ച്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിൻ മിഡോരിയാണ്. അങ്ങനെ പിന്നെ നമ്മുടെ സേജി അവിടെ കിടന്ന് കാറി ഇത് എന്ത് നാശമാണെന്ന് പറഞ്ഞ് കയ്യിലേക്ക് നോക്കി. അങ്ങനെ നമ്മുടെ മിഡോരി സേജിനെ കണ്ടപ്പോൾ അവളുടെ മനസ്സിലുള്ള സ്നേഹം അവൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ മിഡോരി സേജിന്റെ കവിളൊക്കെ പിടിച്ച് വെച്ച് അവളുടെ സ്നേഹപ്രകടനം അവള് കാണിച്ചു. പെട്ടെന്ന് അവളുടെ ചേച്ചി റൈറ്റ് ഹാൻഡിലെ ഷർട്ട് താഴോട്ട് ഇറക്കി. അപ്പോഴാണ് ചേച്ചി മിഡോരി മനസ്സിലാക്കുന്നത് മിഡോരി നഗ്നയാണ് ഇരിക്കുന്നത്. അപ്പത്തേനും മിഡോരി അവിടെ കിടന്ന് കാറി പൊളിച്ച് അവിടെ നിന്ന് അവനെയും വലിച്ചെഴുപ്പിച്ച് റൂമിലേക്ക് ഓടിപ്പോയി. മിഡോരി ദേഷ്യപ്പെട്ടു, നീ എന്തിനാണ് ഡ്രസ്സ് എടുത്ത് മാറ്റിയത്? ഇപ്പൊ നമ്മുടെ സേജി അവൻ ചുമ്മാ ഇരിക്കും, അവൻ അല്ലേലും ദേഷ്യക്കാരൻ. അപ്പൊ അവൻ കിടന്ന് അവിടെ ചൂടാവാൻ തുടങ്ങി. നീ എന്തിനാണ് എന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് വന്നത്? നീ ആരാണെന്ന് ചോദിച്ചോണ്ടിരുന്നു. അപ്പൊ നമ്മുടെ മിഡോരി പറഞ്ഞു, എനിക്കൊരു ഐഡിയ ഇല്ല, ഞാൻ ഇങ്ങനെ ആയെന്ന്. നമ്മുടെ ചേച്ചി, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയോ? അപ്പൊ നമ്മുടെ പാവം മിഡോരി പറഞ്ഞു. അപ്പൊ മിഡോരി പറയാണ്, നീ എന്റെ ക്രഷാണ്, ഞാൻ 3 വർഷമായി നിന്നെ ഫോളോ ചെയ്യാം, ഞാൻ ആദ്യമായിട്ട് കണ്ടതേ എനിക്ക് നിന്നെ ഇഷ്ടമായി. അപ്പൊ നമ്മുടെ ചേച്ചീന്റെ മനസ്സിൽ പാട്ട് കയറി, കാരണം അവന് ഇതുവരെയായിട്ടും ആരും ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് ക്രഷ് ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോ അവന് സന്തോഷമായി. പക്ഷെ ചേച്ചി ആലോചിക്കുകയാണ്, റൈറ്റ് ഹാൻഡിന് പകരം ഒരു പെണ്ണ് കയറി വന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സാധിക്കും? ഇപ്പൊ നമ്മുടെ ചേച്ചി മിഡോരിനെ വിളിച്ചു. ഇപ്പൊ മിഡോരി ആണെങ്കിലോ ആകാംക്ഷയോടെ യെസ് എന്ന് പറഞ്ഞു കേട്ട് നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യായി അവിടെ കിടന്ന് പിന്നെയും കാറാൻ തുടങ്ങി. നിനക്ക് എന്നോട്
പ്രശ്നമുണ്ടോന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ഇനി മുതൽ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? നീ പറ എന്ന് പറഞ്ഞ് മിഡോരിനെ നേരെ ദേഷ്യപ്പെട്ടു. അപ്പൊ പാവം മിഡോരി ഇടപെട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് കരച്ചിൽ വരുന്നെന്ന് മിഡോരി പറഞ്ഞു. മിഡോരി തുടർന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ ആയത് വളരെയധികം സന്തോഷം. കാരണം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളുടെ ഒപ്പം ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഐ ആം സോ ഹാപ്പി. അങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ സേജിക്ക് ഭയങ്കര ദേഷ്യം. അവൻ അവളെ പിടിച്ച് നുള്ളാൻ തുടങ്ങി. നമ്മുടെ മിഡോരി അവിടെ കിടന്ന് കാറാനും തുടങ്ങി. ചേച്ചി അവിടെ കിടന്ന് കാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനെ മൊത്തം വിറപ്പിക്കുന്ന ഒരു റൗഡിയാണ്. ഞാൻ ഇനി എങ്ങനെ എല്ലാരെയും പോയി ഇടിക്കും? അതും എന്റെ റൈറ്റ് ഹാൻഡ് കൊണ്ട്. ഇനി എന്താണ് ഒരു വഴി? അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ ഒറിജിനൽ ബോഡി എവിടെയാണ്? സേജി മിഡോരിന്റെ അടുത്ത് ചോദിക്കും. മിഡോരി ചുമ്മാ ഇരിക്കാതെ അവിടെയുള്ള മാഗസീൻ ഒക്കെ പറക്കി അടുക്കി വെച്ചോണ്ടിരിക്കുക. അങ്ങനെ മിഡോരി നോക്കുമ്പോൾ അവിടെ മൊത്തം മോഡൽസിന്റെ ബുക്ക്. അങ്ങനെ മിഡോരി അതൊക്കെ എടുത്ത് ഒരു കയറും കൊണ്ട് കെട്ടി ഇതൊക്കെ എടുത്ത് വലിച്ചെറിയണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് നമ്മുടെ സേജി ചുമ്മാ ഇരിക്കും. അവന് പിന്നെയും ദേഷ്യം വന്ന് എന്നിട്ട് സേജി പറഞ്ഞു, ഇതൊക്കെ എടുത്ത് വലിച്ചെറിയോ? ശരി, അതിന് എന്റെ വീടൊക്കെ എവിടെയാണെന്ന് പറഞ്ഞിട്ട് വേണം ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ. എന്നിട്ട് അതൊക്കെ അവസാനിപ്പിക്കുകയും വേണം. സേജി എന്നിട്ട് മിഡോരിയുടെ അടുത്ത് ചോദിച്ചു, നിനക്ക് നിന്റെ ശരിക്കുമുള്ള ശരീരത്തിൽ പോകണ്ടേ? അപ്പൊ മിഡോരി പറഞ്ഞു, ഇല്ല പക്ഷെ എനിക്കിത് ഇഷ്ടമായി. ഇപ്പൊ നമ്മുടെ സേജി എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, നീ എന്തായാലും പോയേ പറ്റൂ എന്ന് പറഞ്ഞു. ആ സീൻ അവിടെ കട്ടായിട്ട് നെക്സ്റ്റ് സീൻ കാണാം. നമ്മുടെ സേജി ഇത് സ്കൂളാണ്. അവിടെ സേജി രക്ഷിച്ചില്ല ഒരു ഫ്രണ്ട്. ആ ഫ്രണ്ട് വന്നിട്ട് സേജിനെ തെരയാണ്. ഇന്നലെ തന്നെ രക്ഷപ്പെടുത്തിയതിന് താങ്ക്സ് പറയാം. അപ്പൊ അവിടെ നോക്കുമ്പോ സേജിനെ കാണാനില്ല. അപ്പൊ ആ റൂമിലുള്ള ഒരു കുട്ടി ഇന്ന് സേജി ആകുന്നതാണ്. അവന് അടി ഉണ്ടാക്കാനല്ല നേരം ഉണ്ടാവും. അപ്പൊ അവൻ അടി ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. ഇന്ന് ക്ലാസ് ആണെന്നുണ്ടെങ്കിലോ നല്ല ശാന്തമായിട്ടുണ്ടാവില്ല. അപ്പൊ ആ സേജിയുടെ ഫ്രണ്ടിന്റെ ദേഷ്യം എന്താണ് പറയുന്നത്, നീ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേനും അവരെ ക്ലാസ് ടീച്ചർ വന്നിട്ട് ഹോംവർക്ക് ചെയ്ത് ബുക്കൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞ പെൺകുട്ടീന്റെ അടുത്ത്. ആ പെൺകുട്ടി അവിടുത്തെ എന്തായാലും ക്ലാസ് ലീഡർ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഹീറോ മിത്തോരിന്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ കയറി വരികയായിരിക്കും. അപ്പൊ ആംബുലൻസിൽ മിത്തോരിനെ ആശുപത്രിയിലേക്ക് വേഗം കൂട്ടിയിട്ട് പോവുകയായിരിക്കും. മിത്തോരിയുടെ അമ്മ അവിടുന്ന് മിഡോരി മിഡോരി എന്ന് പറഞ്ഞ് കരയുന്ന ആംബുലൻസ് അങ്ങനെ വേഗം പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ സേജി വീടിന്റെ മുമ്പിലെത്തി. മിഡോരിയുടെ വീട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊട്ടാരം പോലെയുള്ള വലിയ വീട്. അതുകൊണ്ട് നമ്മുടെ സേജി അമ്പരന്ന് നിന്നു. അപ്പൊ മിഡോരി പറയണം നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം. അപ്പൊ പിന്നെ നമ്മുടെ സേജിക്ക് ദേഷ്യം വന്ന് അവിടെ കിടന്ന് കാണാൻ തുടങ്ങി. എന്നിട്ട് സേജി ആ വീട്ടിലത്തെ ഫ്രണ്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറയിൽ നോക്കിയിട്ടാണ് വീട്ടിലുള്ളവരുമായിട്ട് ആക്സസ് ചെയ്യുക. സേജി പറയും, എനിക്ക് ഇവിടെ ഉള്ള യങ് ലേഡീനെ അറിയാം, എനിക്ക് ആ യങ് ലേഡീനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ഫ്രീ ഫോൺ എടുത്തിട്ട് ആ വീട്ടിലെ യങ് ലേഡി വേറൊരു ബിസിനസ്സുമായിട്ട് വെളിയിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സേജി ചോദിച്ചു, എവിടെയാ പോയതെന്ന് വല്ല അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ ഫോൺ ചെയ്യുന്ന ആ ജോലിക്കാര് സംസാരിക്കുന്നതിന്റെ ബാക്ക് സൈഡില് ബാക്കിയുള്ള ജോലിക്കാർ ഒരു മധുരം അവിടെ നിന്ന് കരയുന്നുണ്ട്. ആ ജോലിക്കാര് സേജിന്റെ അടുത്ത് ഇവിടെ നിന്ന് പോവാൻ വേണ്ടി പറഞ്ഞ് ഫോൺ കട്ട. അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ സേജിയുടെ ഫ്രണ്ട് സേജി സ്കൂളിൽ വരാത്തത് എന്താണെന്ന് അറിയാണ്ട് സേജിനെ കാണണമെന്ന് പറഞ്ഞിട്ട് പോവുമായിരിക്കും. ആ മതിലിന്റെ അടുത്ത് രണ്ട് പെൺകുട്ടികൾ ഒളിഞ്ഞു നിൽപ്പുണ്ട്. എന്നിട്ട് ആ ഒളിഞ്ഞു നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾ നമ്മുടെ സേജിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഒരു മിനിറ്റ് നിൽക്കുമെന്ന് ചോദിച്ചു. എന്നിട്ട് ഞങ്ങള് സേജിന്റെ ഫാൻസ് ആണ്, ഞങ്ങൾക്ക് സേജിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. സേജി റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഇരിക്കുകയായിരുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? നീ എന്റെ റൈറ്റ് ഹാൻഡിലോ, പക്ഷെ നിന്റെ ശരിക്കുമുള്ള ശരീരം എങ്ങനെയെന്ന് വെളിയിൽ പോകാൻ പറ്റും? ഒക്കെ ഇങ്ങനെയായിരുന്നു മിറ്റോരിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. മിറ്റോരിയാണെങ്കിൽ സേജിന്റെ അടുത്ത് എത്തിയതിന്റെ സന്തോഷം. മിറ്റോരി പറഞ്ഞു, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് നിന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ ദിവസം ഇങ്ങനെ വന്ന് നോക്കാറുണ്ടായിരുന്നു ഈ സ്റ്റേഷനിൽ, നീ അറിയാതെ. അപ്പോഴേക്കും നമ്മുടെ സേജിയുടെ ഫ്രണ്ട് അവിടെ നിന്ന് കോൾ ചെയ്തിട്ട് ഇന്നലെ രക്ഷിച്ചതിന് നന്ദി, എവിടെയാണെന്ന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സേജി പറഞ്ഞു, ആ എനിക്കിന്ന് ചെറിയ ജലദോഷമാണ്. സേജിയുടെ ഫ്രണ്ട് ചോദിച്ചു, ജലദോഷമോ? അപ്പൊ തൊട്ടടുത്ത് രണ്ട് പെൺപിള്ളേര് നിന്നിരുന്നില്ലേ, ഒരു അയ്യോ അയ്യോ ജലദോഷമാണോ, ഇപ്പൊ അവൻ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കാന്നു. അപ്പൊ നമ്മുടെ സേജിയുടെ ഫ്രണ്ട് ഞാൻ നിന്നെ കാണാൻ വരാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്റെ ഇപ്പൊ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യങ് ലേഡീസ് ഉണ്ട് എന്റെ കൂടെ, എനിക്ക് കേൾക്കുന്നുണ്ടോ, ബ്യൂട്ടിഫുൾ ആയ യങ് ലേഡീസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സേജിക്ക് ഏതോ ലോട്ടറി അടിച്ച പോലെ അവിടെ കിടന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ പറഞ്ഞു. എന്നിട്ട് അവിടെയുള്ള ട്രെയിനിൽ കഴിഞ്ഞ് വീട്ടിൽ അവൻ അവിടെ കിടന്ന് ഓടി വീട്ടിലേക്ക് വേഗം ഓടിക്കയറി പറഞ്ഞു. എന്നിട്ട് ഒരു ബാൻഡ് എടുത്തിട്ട് റൈറ്റ് ഹാൻഡിലുള്ള നമ്മുടെ മിഡോരിനെ ഫുള്ള് ചുറ്റി ചുറ്റി കെട്ടി വെച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു എന്റെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ആയത് ആരും കാണാൻ പാടില്ല, എല്ലാരും കണ്ടു കഴിഞ്ഞാൽ അത് മോശമായിരിക്കും, എനിക്ക് ഗേൾ ഫ്രണ്ട് വേണം, പക്ഷെ എന്റെ റൈറ്റ് ഹാൻഡ് ഗേൾ ഫ്രണ്ട് ആയത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പ്രോമിസ് ചെയ്യാൻ പറഞ്ഞു. ഇത് നടന്നാലും നീ ഒരു വാക്ക് കൂടെ സംസാരിക്കാൻ പാടില്ലെന്നു. അപ്പൊ നമ്മുടെ മിഡോരി പാവം പോലെ സങ്കടപ്പെട്ട് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സേജിയുടെ ഫ്രണ്ടും ആ രണ്ട് പിള്ളേരും സേജിയുടെ വീട്ടിന്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ ആ രണ്ട് പെൺപിള്ളേരെയും കണ്ടപ്പോഴത്തേനും നമ്മുടെ ഹീറോയ്ക്ക് സന്തോഷം കൊണ്ട് മനസ്സിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ പരസ്പരം പരിചയപ്പെടുത്തിയിട്ട് അപ്പൊ സേജി ചോദിച്ചു, സാമൂല് തന്റെ ഫ്രണ്ട് എവിടെയാന്ന് ചോദിച്ചു. ആ പെൺപിള്ളേര് പറഞ്ഞു, അവൻ നിനക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയതാ, ആ എന്തായാലും നിങ്ങൾ ഉള്ളിലേക്ക് വായൊന്ന് സേജി പറഞ്ഞു. അങ്ങനെ അവരവിടെ ഇരുന്ന് കൊക്ക് കുടിച്ചോണ്ടിരുന്നു. അപ്പൊ അവർ ചോദിച്ചു, ഈ വീട്ടിലാരും ഇല്ലെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ സേജി പറഞ്ഞു, ആ എനിക്കൊരു ചേച്ചിയുണ്ട്, അവൾ ബോയ് ഫ്രണ്ടുമായിട്ട് വെളിയിൽ പോയി, അവൾ എപ്പോഴെങ്കിലും ഒക്കെ ഇവിടെ വരാറുള്ളൂ. അപ്പൊ ആ രണ്ട് ഗേൾസും പറഞ്ഞു, ആ എന്നാ ഞങ്ങൾ ഡിന്നറിന് ഇവിടെ തന്നെ കാണുന്നു പറഞ്ഞു. അപ്പൊ നമ്മുടെ സേജിക്ക് ഭയങ്കര സന്തോഷം. അവൻ കിടന്ന് മനസ്സിൽ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. അതിലൊരു പെൺകുട്ടി ബാത്റൂം എവിടെയെന്ന് ചോദിച്ച് ബാത്റൂമിലേക്ക് പോയി. സേജിന്റെ അടുത്തിരിക്കും ആ പെൺകുട്ടി സേജിനെ പെട്ടെന്ന് ഉമ്മ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സേജിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഇവർ രണ്ടുപേരും ഉമ്മ വയ്ക്കാൻ പോകുമ്പോൾ
നോക്കുമ്പോഴത്തേ ബാത്റൂമിൽ പോയ പെൺകുട്ടി വലിയൊരു വടിയുമായിട്ട് ഹീറോയിനെ അടിക്കാൻ വേണ്ടി ഊന്നി വന്നു. അപ്പോൾ ഹീറോ തന്റെ റൈറ്റ് ഹാൻഡ് എടുത്ത് ആ വടീനെ തടഞ്ഞു. അങ്ങനെ ആ വടി റൈറ്റ് ഹാൻഡിൽ അടിച്ചു ഒടിഞ്ഞു പോയി. അപ്പോഴാണ് സേജ് തന്റെ റൈറ്റ് ഹാൻഡിൽ മിഡോരിയുള്ള കാര്യം ഓർമ്മിച്ചത്. സേജ് വേഗം തന്റെ റൈറ്റ് ഹാൻഡ് നോക്കും. എന്നിട്ട് നമ്മുടെ സേജ് വേഗം എഴുന്നേറ്റിട്ട് നമ്മുടെ സേജ് റൈറ്റ് ഹാൻഡിലേക്ക് നോക്കിയിട്ട് എനിക്ക് എന്തേലും സംസാരിക്കുന്നു പറഞ്ഞ് മിഡോരിന്റെ അടുത്ത് ചോദിക്കും. മിഡോരി ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് നമ്മുടെ സേജ് എഴുന്നേറ്റ് ആ രണ്ട് പെൺപിള്ളേരെയും തള്ളി മാറ്റിക്കൊണ്ട് കിച്ചണിലേക്ക് ഓടി. കിച്ചണിൽ പോയിട്ട് ഒരു കത്തി എടുത്ത് ഈ പെൺപിള്ളേരെ നോക്കിയിട്ട് ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞപ്പോഴത്തേനും ആ പെൺപിള്ളേരാണെങ്കിൽ സേജിന്റെ കണ്ണ് നോക്കി കഴിഞ്ഞാൽ ചുവന്നു വന്നു ദേഷ്യം കൊണ്ട്. എന്നിട്ട് ആ പെൺപിള്ളേര് പേടിച്ച് അവിടെ കിടന്ന് കാറി ഓടിപ്പോയി. ആ പെൺപിള്ളേര് ഓടിപ്പോകുന്നതിന്റെ വഴിയിൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അത് തട്ടി നോക്കി സേജിന്റെ ഫ്രണ്ടിനെ ഒരു ബാൻഡ് കൊണ്ട് ചുറ്റി നാലായിട്ട് ഒടിച്ചു മടക്കി ഒരു ബാസ്ക്കറ്റിനകത്ത് ആക്കി വെച്ചിട്ട് സേജി ആ കെട്ടൊക്കെ അഴിച്ചിട്ട് വിക്ടോറിയന്റെ അടുത്ത് പറഞ്ഞു, നീ എന്നോട് മരിച്ചു എന്ന് മാത്രം നീ പറയല്ലേ, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. അധികം തലപ്പൊട്ടി രക്തം വരും. പതുക്കെ ഒരു കണ്ണ് തുറന്നോണ്ട് മിഡോരി ചോദിച്ചു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്ക് അടി കിട്ടിയിട്ടില്ലല്ലോ എന്ന്. അതുകൊണ്ട് സേജി എന്നെ അയ്യോ പാവെന്ന് വിചാരിച്ചു. എന്നിട്ട് മിഡോരി തുടർന്നു, ആ നിന്നോട് പറഞ്ഞ പ്രോമിസ് ബ്രേക്ക് ചെയ്തില്ല. അപ്പൊ സേജി എന്തെന്ന് ചോദിച്ചു. അപ്പൊ മിഡോരി പറഞ്ഞില്ല എന്നോട് ഒരു വാക്ക് പോലും സംസാരിക്കരുതെന്ന്, ഞാനൊരു വാക്ക് പോലും മിണ്ടിയില്ലാന്ന് സേജിയോട് പറഞ്ഞു. അപ്പൊ സേജിക്ക് ഒരുപാട് സങ്കടം തോന്നി. എന്നിട്ട് സേജി പറഞ്ഞു, നീ നിന്റെ പേര് പോലും അറിയില്ല. അപ്പൊ മിഡോരി പറഞ്ഞു, എന്റെ പേര് മിറ്റോരി കാസൊക്കാണ്. അപ്പൊ നമ്മുടെ ചേച്ചി പറയാണ്, നോക്കൂ മിറ്റോരി, ഇനി മുതൽ നിനക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോ നീ എന്തായാലും എന്നോട് പറയണം. നിനക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നോട് പറയണം. ഇങ്ങനെയുള്ള സമയത്ത് നീ പ്രോമിസ് ഒന്നും നീ നോക്കരുത്. എന്നോട് എന്താണെന്നുണ്ടെങ്കിലും നീ പറയണമെന്ന് സേജി മിറ്റോരിന്റെ അടുത്ത് പറഞ്ഞു. മിറ്റോരി പറയണം, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലോ? ഇപ്പൊ സേജി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, എന്താണെന്നുണ്ടെങ്കിലും നീ എന്നോട് പറയണമെന്ന് പറഞ്ഞു. നീ ഒരു പെൺകുട്ടിയല്ലേ, നിന്നെ എന്തായാലും എനിക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് സേജി പറഞ്ഞു. അപ്പൊ നമ്മൾ മിഡോരിക്ക് നല്ല സന്തോഷമായി. മിഡോരി ഒരു ചെറിയ കുഞ്ഞിനെ പോലെയായിരുന്നു സേജിയുടെ കയ്യിൽ കിടന്നിരുന്നത്. എന്നിട്ട് മിഡോരിക്ക് സന്തോഷം സഹിക്കാൻ വയ്യാണ്ടായപ്പോഴത്തേനും മിഡോരി വേഗം നമ്മുടെ സേജിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. സേജി ഐ ലവ് യു എന്ന് പറയും. അപ്പൊ നമ്മുടെ സേജിയുടെ മുഖം മുഴുവൻ ചുവന്നു. അപ്പത്തേനും നമ്മുടെ സേജിയുടെ ഫ്രണ്ട് കയറി വന്നു. ആ പെൺപിള്ളേരെ എവിടെ, നിന്നൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ സേജി മിഡോരിന്റെ അടുത്ത് വിടൂ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ചേച്ചിയുടെ ഫ്രണ്ട് ചോദിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നത്? കേട്ടത് നമ്മുടെ ചേച്ചി ഒരു വളിച്ച ചിരിയും ചിരിച്ചിട്ട് നമ്മുടെ മിറ്റോരീനെ ചേച്ചിയുടെ ജാക്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോ നമ്മുടെ ഹീറോ കിടന്നു ഊർക്കം വലിച്ചു കിടന്നു ഉറങ്ങി. പക്ഷെ മിറ്റോരി ഉറങ്ങിയിട്ടില്ല. മിറ്റോരി ഇരുന്നിങ്ങനെ ആലോചിക്കുകയാണ്, എനിക്കെന്തോ ഡ്രീംസ് നടക്കുന്ന പോലെ. ഇത്രയും ഇഷ്ടപ്പെട്ട ചേച്ചിന്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് ഇത്ര ഭാഗ്യമാണ്. പക്ഷെ ചേച്ചിന്റെ റൈറ്റ് ഹാൻഡിന് പകരം ചെറുതായി പോയി ഞാൻ വന്നതാണ് കുറച്ച് ഡിസപ്പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ എന്നെ രണ്ട് പേർക്ക് മാത്രമേ സന്തോഷിപ്പിക്കാൻ സാധിക്കൂ. അങ്ങനെ മിഡോരി ചാനലിലൂടെ നോക്കുമ്പോൾ ആകാശത്തെ ചന്ദ്രനെ ഇപ്പൊ മിഡോരി പിന്നെയും ഹാപ്പിയായി. വിജയന്റെ റൂമിൽ കിടന്ന് ആ ചന്ദ്രനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന്. ഓക്കെ ഗായ്സ്, ഇനി അടുത്ത സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.